Good morning all. Welcome to the daily news analysis of Dakshina Learning. So, ഇന്ന് നമുക്ക് ന്യൂസ് അനാലിസിസിലോട്ട് പോവുകയാണ്. അപ്പോൾ ഡെയിലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രിലിംസ് മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ അനാലിസിസുമാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഹെഡ്ലൈൻസ് ഏതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ന്യൂസ് ഹെഡ്ലൈൻ ഹീറ്റ് വേവ്സിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആംഗിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. സെക്കൻഡ് ന്യൂസ് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞാൽ സ്പ്രൗട്ടിംഗ് സസ്റ്റൈനബിൾ ന്യൂട്രീഷൻ സെൻസിറ്റീവ് ഫുഡ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഹങ്കർ ന്യൂട്രീഷൻ ആംഗിളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ദെൻ ഗ്രേറ്റർ റെഗുലാരിറ്റി റെഗുലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഈസ് നോട്ട് കോർട്ട് ഡ്യൂട്ടി ടു ടെൽ മീഡിയ ടു ഡിലീറ്റ് ഓർ ടേക്ക് ഡൗൺ കണ്ടന്റ്. അപ്പോൾ സുപ്രീം കോടതിനെ കുറിച്ചിട്ടുള്ളതും പിന്നെ മീഡിയ റെഗുലേഷനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. ഇന്ത്യ അബ്സ്റ്റെയിൻസ് ഫ്രം IMF or to give more fund to PAC. അപ്പം ഒരു ഇന്റർനാഷണൽ റിലേഷൻ റിലേറ്റഡ് ആയിട്ട് ന്യൂസ് ആർട്ടിക്കിൾ ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഇന്ത്യ എ പാർട്ട് ഓഫ് വൈഡർ ട്രെൻഡ് ഓഫ് എറോഡിംഗ് പ്രസ് ഫ്രീഡം. അപ്പൊ പ്രസ് ഫ്രീഡത്തിന് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടും അതിന് റിലേറ്റഡ് ആയിട്ട് ന്യൂസ് ആർട്ടിക്കിൾ ആണ്. ബാങ്ക്സ് റെഡി വിത്ത് ആന്റി DDoS ടു തോട്ട് സൈബർ അറ്റാക്ക്. അപ്പൊ സൈബർ അറ്റാക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾ ആണ്. അപ്പൊ ഇത്രയും ആർട്ടിക്കിളാണ് ഇന്ന് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കഷൻ എടുക്കുന്നത്. അപ്പൊ അതിന്റെ അനാലിസിസിലോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. സോ ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹീറ്റ് വേവ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളാണ്. അപ്പോൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് വെച്ചാൽ റീസെന്റ് ഡൽഹിയിൽ 41 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്തു. അപ്പോൾ ഹീറ്റ് വേവിന്റെ ഡെഫിനിഷൻ NDMAയുടെ ഗൈഡ് ലൈൻസിലെ ഡെഫിനിഷൻ വരുമ്പോൾ പ്ലെയിനും ഹില്ലി റീജിയൻസിൽ രണ്ട് രീതിയിലാണ് ഡിഫൈൻ ചെയ്യുന്ന ടെമ്പറേച്ചറിനെ. അപ്പോൾ പ്ലെയിൻ റീജിയൻസിൽ 40 ഡിഗ്രിക്ക് മുകളിൽ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതും അത് നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചർ അല്ലെങ്കിൽ ആവറേജ് ടെമ്പറേച്ചറിൽ നിന്ന് 5 to 6 ഡിഗ്രിയിലോട്ട് റൈസിങ് വരുന്നത് ആക്ച്വലി ഒരു ഹീറ്റ് വേവ് ഫിനോമിന ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം 41 ഡിഗ്രി റൈസ് ചെയ്ത ഒരു ഹീറ്റ് വേവിന്റെ അലർട്ട് കൊടുത്തിട്ടുണ്ട് NDMA. അപ്പോൾ അതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്രീഫിംഗ് മെയിൻ ആയിട്ട് വരുന്നത്. സോ എന്താ ന്യൂസ് ബ്രീഫിംഗ് നോക്കാം. ഡൽഹി ക്രോസ്ഡ് 41 ഡിഗ്രി സെൽഷ്യസ് ഇൻ April 2025, highlighting the increasing frequency and severity of heat waves. അപ്പോൾ ഇത് എന്താ ഹൈലൈറ്റ് ചെയ്യുന്നത്? സെവീരിറ്റി ആൻഡ് ഇൻക്രീസിങ് ഫ്രീക്വൻസി ഓഫ് ഹീറ്റ് വേവ്സിനാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് അഫക്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ഡെമോഗ്രാഫിക്സ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പാണ് നമ്മൾ ഡെയിലി ഇൻഫോർമൽ ആയിട്ടുള്ള ഇൻഫോർമൽ അർബൻ വർക്കേഴ്സ്, എസ്പെഷ്യലി റൂറലും അല്ല അർബൻ ഏരിയയിൽ. കാരണം അവിടെ ഹീറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് വളരെ കുറവാണ്. The RBI projected a 4.5% GDP loss due to extreme heat. RBI ആക്ച്വലി പ്രൊജക്ട് ചെയ്യുന്നുണ്ട് 4.5% GDP-യുടെ തന്നെ ഒരു ലോസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് ഈ എക്സ്ട്രീം ഹീറ്റിന് കാരണം. അപ്പം ഇങ്ങനത്തെ ഒരു ഇഷ്യൂ RBI പ്രൊജക്ഷൻ വയ്ക്കുന്നതിന്റെ മെയിൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി കുറച്ച് ഹീറ്റ് പ്ലാന്റ്സ് ഓൾറെഡി റണ്ണിങ് ആണ്. പക്ഷെ അതിൻ്റെ അകത്ത് വിടവുകളുണ്ട് അല്ലെങ്കിൽ ഫ്ലോസ് ഉണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് ഹീറ്റ് ആക്ഷൻ പ്ലാൻസിൽ കുറച്ച് ഫ്ലോസ് ഉണ്ട്. ആ ഫ്ലോസ് എന്താണെന്ന് വെച്ചാൽ അത് അണ്ടർ ഫണ്ടഡ് ആണ്, പൂർലി കോർഡിനേറ്റഡ് ആണ്, ലാർജ്ലി ഇഗ്നോർ ഇൻഫോർമൽ വർക്കേഴ്സ്. അതായത് ഇൻഫോർമൽ വർക്കേഴ്സിനെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. അതായത് അതിന് ഇൻക്ലൂസിവിറ്റി കുറവാണ്. സോ അതുപോലെ ഇനി ലോങ് ടൈം ആയിട്ടൊരു പ്രൊജക്ഷനോ അല്ലെങ്കിൽ ടാസ്കോ ഇല്ല. അതായത് ഷോർട്ട് ടൈം ഫോക്കസ്ഡ് ലാക്ക് വർക്കർ സെൻട്രിക് അപ്രോച്ച്. ഒരു വർക്കർ സെൻട്രിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇല്ല ആ ഒരു ആക്ഷൻ പ്ലാനിൽ. അപ്പോൾ ഈ ന്യൂസ് ബ്രീഫിൽ ഓൾവേസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വി നീഡ് എ വർക്കർ സെൻട്രിക് അപ്രോച്ച്. അപ്പോൾ നമുക്ക് ഇനി ഒരു പ്ലാൻ മേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വർക്കർ സെൻട്രിക് അപ്രോച്ച് ആയിരിക്കണം മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നാണ് ആക്ച്വലി ഈ ന്യൂസിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അതിന്റെ സജഷൻ എന്താണെന്ന് വെച്ചാൽ റിവൈസിങ് NDMA ഗൈഡ് ലൈൻസ് ടു എക്സ്പ്ലിസിറ്റ്ലി ഇൻക്ലൂഡ് ഇൻഫോർമൽ വർക്കേഴ്സ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് വർക്കർ ഇൻപുട്ട്, പ്രൊവൈഡിങ് ഷെയ്ഡഡ് സോൺ തണൽ സ്ഥലങ്ങളും കൂളിംഗ് സെന്റേഴ്സും, പിന്നെ ലീഗലൈസിങ് ഹീറ്റ് റെസിലിയൻസ് ഇൻ സിറ്റി പ്ലാനിങ്. സിറ്റിംഗ് പ്ലാനിങ്ങിൽ നമ്മൾ ഒരു സിറ്റി പ്ലാൻ ഔട്ട് ചെയ്യുമ്പോൾ മെട്രോപൊളിറ്റൻ ഏരിയാസിൽ സിറ്റീസ് മെയിനിങ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗവർണൻസ് ആംഗിളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലീഗലൈസ് ചെയ്യുക. എന്താണ് ഈ ഹീറ്റ് റെസിലിയൻസ് ആയിട്ടുള്ള സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ലീഗലൈസ് ചെയ്യുക. ഇപ്പം നമുക്ക് അർബൻ ഏരിയയിൽ നമ്മൾ മെയിനായിട്ട് പോയി കഴിഞ്ഞാൽ കാണാം ഇപ്പോൾ ഒരു മോഡേൺ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിലോട്ട് ബിൽഡിംഗ് പോയിട്ടുണ്ട്. നമ്മൾ ഗ്രീനിഷ് ആയിട്ടുള്ള ഗ്രീൻ ബിൽഡിങ്ങിൽ ആയിട്ടുള്ള. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഒരു പരിധി വരെ നമുക്കൊരു പ്രിവെന്റീവ് ആക്ഷൻ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റിയത് ഹീറ്റ് വേവ്സ് പോലുള്ള ഇവന്റിൽ. അപ്പോൾ മെയിനായിട്ട് ഒരു ഗ്ലോബൽ എക്സാമ്പിൾ പറയുന്നത് US, ഫ്രാൻസ്, ഖത്തർ എന്നുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള എക്സാമ്പിൾ നമുക്ക് അഡോപ്റ്റ് ചെയ്യാം എന്നാണ് മെയിനായിട്ട് ന്യൂസ് ആർട്ടിക്കിൾ ബ്രീഫ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് അനാലിസിസിലോട്ട് പോകാം. അനാലിസിസിലോട്ട് പോകുമ്പോൾ പ്രിലിംസ് പോയിന്റിലും മെയിൻസ് പോയിന്റിലും ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് മെയിൻസ് ആസ്പെക്ട് നോക്കാം. അപ്പോൾ മെയിൻസ് ആസ്പെക്റ്റിൽ ഇപ്പം വരുമ്പോൾ ഒന്ന് അർബനൈസേഷൻ, GS പേപ്പർ 1 ടോപ്പിക്കിൽ അർബനൈസേഷനും, GS പേപ്പർ 3 ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹീറ്റ് വേവ്സ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. ഇതിന്റെ നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അറിയേണ്ടതെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടെ ഇന്റർലിങ്ക് ചെയ്തിട്ട് വേണം ഒരു ആൻസറിലോട്ട് എത്താനായിട്ട്. അതേപോലെ GS പേപ്പർ 2 പോളിസി ഇഷ്യൂസിലും മെയിനായിട്ട് ഇത് വരും.
ഓക്കെ, പിന്നെ ഒരു എത്തിക്കൽ കൺസേൺ വേണമെങ്കിൽ നമുക്ക് അഡ്രസ് ചെയ്യാം. അബൌട്ട് അർബൻ ഹീറ്റ് റെസ്പോൺസിൽ ഒരു എത്തിക്കൽ കൺസേൺ എന്നുള്ള ഒരു ആംഗിൾ നമുക്ക് മെയിനായിട്ട് ഇത് കൺസിഡർ ചെയ്യാം. ഇനി ഒരു ജോഗ്രഫിക്കൽ പെർസ്പെക്റ്റീവ് ഇമ്പോർട്ടൻ്റ് ആണ് ഹീറ്റ് വേവ്സിൽ, എസ്പെഷ്യലി ഡിസാസ്റ്റർ ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ റീജിയൻ എന്തുകൊണ്ട് ഹീറ്റ് വേവ് പ്രോൺ ആവുന്നു എന്നുള്ളത്, അതിന് എന്തൊക്കെ ജോഗ്രഫിക്കൽ ആസ്പെക്ട് ഉണ്ടെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു സ്പേഷ്യൽ വേരിയേഷൻ ഉണ്ടാവും. ടെമ്പോറൽ വേരിയേഷൻ ഓൾറെഡി ഉണ്ട്, പക്ഷെ എന്നാലും ഒരു സ്പേഷ്യൽ ഫ്രം റീജിയൻ ടു റീജിയൻ ഒരു വേരിയേഷൻ എന്തായാലും കാണിക്കുന്നുണ്ടാവും. അപ്പൊ ആ വേരിയേഷൻ എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതിന് ജോഗ്രഫിക്കലായിട്ടുള്ള എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് കൺസിഡർ ചെയ്യുക. ഓക്കെ, പിന്നെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് നമുക്ക് മെയിനായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ NDMA ഗൈഡ് ലൈൻസ് ആണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അത് മെയിനായിട്ട് ഈ ഗൈഡ് ലൈൻസിൽ അഡ്രസ് ചെയ്യുന്ന മെയിൻ ആസ്പെക്ട് എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഈസ് ഹീറ്റ് വേവ് പ്രിവെൻഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്, പ്രിപ്പയർനെസ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്, റെസ്പോൺസ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. അതേപോലെ ഇതിൻ്റെ ഏർലി വാർണിങ്ങിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഇന്റർ ഏജൻസി കോർഡിനേഷനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, പബ്ലിക് അവയർനെസ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഹീറ്റ് ആക്ഷൻ പ്ലാൻസ് എന്ന് നോക്കാം. സിറ്റി ഓർ സ്റ്റേറ്റ് ലെവൽ പ്ലാൻസ് ടു റെഡ്യൂസ് ഹീറ്റ് വേവ് ഇമ്പാക്ട്, അല്ലെങ്കിൽ സിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലുള്ള ആക്ഷൻ പ്ലാൻ ആണ് എന്തിനു വേണ്ടിയിട്ട് ഹീറ്റ് വേവ് ഇമ്പാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. കീ സ്റ്റെപ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ വാർണിംഗ്സ്, പബ്ലിക് ഔട്ട്റീച്ച്, ട്രെയിനിങ് ആൻഡ് കോർഡിനേഷൻ ആണ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഉള്ള ഹീറ്റ് വേവ് ട്രെൻഡ് എടുക്കുകയാണെങ്കിൽ ഏർലി ഹീറ്റ് വേവ്സ് ഫെബ്രുവരി സമയത്ത് ഉണ്ടായിരുന്നു. ആൻഡ് IMD അല്ലെങ്കിൽ ഇന്ത്യ മീറ്ററോളജിക് ഡിപ്പാർട്ട്മെന്റ് ഓൾറെഡി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് 10 to 12 ഹീറ്റ് വേവ്സ് ഒക്കെ അറിയാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി ഇൻ ദ റീജിയൻ ഓഫ് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. നമ്മളിത് ക്ലൈമറ്റ് ചേഞ്ച് ആസ്പെക്ട് വരുന്ന കോറിലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബലി ഹീറ്റ് ചേഞ്ചിന്റെ ഇവന്റ്സ് കൂടി വരുവാണ്. ലാസ്റ്റ് ഒരു സെഞ്ചുറി അല്ല ഡീക്കേഡ് എടുക്കുമ്പോൾ ഹൈലി എൻ്റെ ഫ്രീക്വൻസി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടി വരുന്നുണ്ട്. ഇത് മെയിനായിട്ട് ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഇൻഡ്യൂസ് ആണ്, ക്ലൈമറ്റ് ചേഞ്ച് ഇവന്റ് ആണ്. പക്ഷേ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത് ആന്ത്രോപോജനിക് ആക്ടിവിറ്റീസ് ആണ് മെയിനായിട്ട്. ഇപ്പോൾ എൻസോ എന്ന് പറഞ്ഞൊരു നാച്ചുറൽ ഒരു പോയിന്റ് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ എൽനിനോ ലാനിന എന്നുള്ളൊരു നാച്ചുറൽ ഇവന്റ് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ട്രിഗറിങ് പോയിന്റിലോട്ട് എത്തിക്കുന്നത് ആക്ച്വലി എന്താണ് ആന്ത്രോപോജനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് മെയിനായിട്ട്. പിന്നെ ഇതിന്റെ ഇമ്പാക്റ്റും കൂടെ നമ്മളൊന്ന് അറിയണം. ഹെൽത്ത്, എക്കോണമി, ഇൻഫ്രാസ്ട്രക്ചർ ആസ്പെക്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് മെയിനായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ഹീറ്റ് വേവ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിൾ. അപ്പോൾ നമ്മൾ ഇതിന്റെ ഓൾറെഡി ഒരു ആൾമോസ്റ്റ് എവറി ആസ്പെക്ട്, ഗവർണൻസ് ആണെങ്കിലും ജോഗ്രഫിക്കലാണെങ്കിലും ഒരു ഗ്ലോബൽ ലെവലിലുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള എൻവയോൺമെന്റ് ആസ്പെക്ട് നമ്മൾ ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ന്യൂസിൽ മെയിൻ ബ്രീഫായി വരുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത ന്യൂസ് ആർട്ടിക്കിൾ ഏതാണെന്ന് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ സ്പ്രൗട്ടിംഗ് സസ്റ്റൈനബിൾ ആൻഡ് ന്യൂട്രീഷൻ സെൻസിറ്റീവ് ഫുഡ് സിസ്റ്റം. അപ്പോൾ ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ആർട്ടിക്കിളാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ബ്രീഫിംഗ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി ഗ്ലോബൽ ഹങ്ങർ ഇൻഡെക്സ് റിലീസായി 2024. അപ്പോൾ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറഞ്ഞാൽ 105 ആണ്. അത് ആക്ച്വലി പൂർലി പ്ലേസ്ഡ് ആണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫേസിങ് സെവിയർ മാൽ ന്യൂട്രീഷൻ വിത്ത് ഹൈ റേറ്റ് ഓഫ് അണ്ടർ ന്യൂട്രീഷൻ, ഒബീസിറ്റി ആൻഡ് അനീമിയ. അപ്പോൾ ഇന്ത്യയിൽ ഇത്രയൊരു ട്രെൻഡ് മെയിനായിട്ട് കാണുന്നുണ്ട്, അണ്ടർ ന്യൂട്രീഷനും ഒബീസിറ്റി ആൻഡ് അനീമിയ. ഇത് ആക്ച്വലി മെയിനായിട്ട് അഫക്ട് ചെയ്യുന്നത് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഗ്രൂപ്പിനാണ്, അല്ലെങ്കിൽ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഗ്രൂപ്പിനാണ്. അതേപോലെ എക്കണോമിക് സ്റ്റെബിലിറ്റി ഇത് സിവിയർ ആയിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ സിസ്റ്റമിക് ചാലഞ്ച് ആൻഡ് ക്ലൈമറ്റ് ഇമ്പാക്ട് ആണ് ഇതിന്റെ മെയിൻ റീസൺ ആയിട്ട് പറയുന്നത്. മെയിനായിട്ട് നമ്മുടെ സ്ട്രക്ചർ ഫ്ലോസ് ഇൻ ഫുഡ് സിസ്റ്റം, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് റൈസിംഗ് കോസ്റ്റ് ഓഫ് ന്യൂട്രീഷൻ ഫുഡ്, ഇതാണ് മെയിൻ ഒരു റീസൺ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് ഫുഡ് ഇൻസെക്യൂരിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്മോൾ സ്കെയിൽ ഫാമേഴ്സിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബാധിക്കുന്നുണ്ട്. അവിടെ എക്കണോമിക് പ്രൊഡക്ടിവിറ്റിയും ഹെൽത്ത് റിസ്കിനും ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് ആണ്. ഈ ന്യൂസിൽ മെയിനായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നീഡ് ഫോർ എ ഫുഡ് സിസ്റ്റം ട്രാൻസ്ഫോർമേഷൻ, ഒരു ഫുഡ് സിസ്റ്റം ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ആവശ്യകത ഉണ്ടെന്നാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് ന്യൂട്രീഷൻ സെൻസിറ്റീവ് ഫുഡ് ക്രൂഷ്യലാണ്, എസ്പെഷ്യലി അത് ഒരു ഫുഡ് സിസ്റ്റത്തിലോട്ട് മെയിൻ 2 ആസ്പെക്ട് വരും ആ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത്, അതിൻ്റെ ഇൻപുട്ട് സൈഡും ഔട്ട്പുട്ട് സൈഡും. അപ്പോൾ ഇൻപുട്ട് സൈഡിൽ ന്യൂട്രീഷൻ സെൻസിറ്റീവ് അഗ്രികൾച്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. ഔട്ട്പുട്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കൂടുതൽ അഫോർഡബിൾ ആക്കുക, ആക്സസിബിൾ ആക്കുക, റെസിലിയൻസ് ആക്കുക എന്നുള്ളതാണ് മെയിൻ ആസ്പെക്ട് ആയിട്ട് വരുന്നത്. അതേപോലെ ക്ലൈമറ്റ് സ്മാർട്ട് അഗ്രികൾച്ചർ എന്നുള്ളൊരു ആസ്പെക്റ്റിൻ്റെ അകത്ത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. മെയിൻസ് ആസ്പെക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ GS പേപ്പർ 3 എക്കോണമി സൈഡിലും അഗ്രികൾച്ചർ ഫുഡ് സിസ്റ്റം സൈഡിലും, GS പേപ്പർ 2 ഇഷ്യൂസ് റിലേറ്റഡ് ടു ഹങ്ങർ എന്നുള്ള ആസ്പെക്റ്റിൽ നമുക്ക് മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിലിംസ് പോയിന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഗ്ലോബൽ ഹങ്ങർ ഇൻഡെക്സ് ആണ്. ഇതിൻ്റെ അകത്ത് ഇന്ത്യയുടെ റാങ്ക് എന്ന് വെച്ചാൽ 105 out of 127 ആണ്. ഇത് നമ്മൾ നെയ്ബർഹുഡ് കൗണ്ടർ പാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ വളരെ പുവർ റാങ്കിങ് ആണ് മെയിനായിട്ട്. അപ്പോൾ ഈ GHS സ്കോർ എന്ന് പറഞ്ഞാൽ 27.3 ആണ്. ആൾസോ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 3ൻ്റെ അകത്തും ഈ ഒരു മാൽ ന്യൂട്രീഷനെ കുറിച്ചിട്ടും അത് ഹൈലി വേഴ്സണിങ് ആണെന്നുള്ളത് ഒരു റിപ്പോർട്ടിങ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്.
ആൾസോ സെക്സ് റേഷ്യോ. ബട്ട് ഈ ന്യൂട്രീഷൻ ഒരു ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സിൽവർ ലൈനിങ് എന്നോണം സെക്സ് റേഷ്യോയിൽ നമുക്ക് ഹൈലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്നും ചൈൽഡ് മാരേജ് അഡോൾസെന്റ് ഫെർട്ടിലിറ്റി എന്നുള്ള ആസ്പെക്റ്റിൽ ഡൗൺ ആയിട്ടുണ്ടെന്നുള്ളൊരു റിപ്പോർട്ടിംഗ് ഉണ്ട് ഇവിടെ NFHSന്റെ മെയിൻ റിപ്പോർട്ടിൽ. ഇനി ഇതേപോലെ ഫുഡ് സെക്യൂരിറ്റി ആസ്പെക്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട സാധനമാണ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഫുഡ് സെക്യൂരിറ്റി ഫോർ പുവർ വിയ സബ്സിഡൈസ്ഡ് ഗ്രെയിൻസ്. ഇത് അറൌണ്ട് 80 crore പീപ്പിളിനെ കവർ ചെയ്യുന്നുണ്ട്. കീ ഫോർ ഹങ്കർ ന്യൂട്രീഷൻ മിറ്റിഗേഷൻ. അപ്പോൾ ഈ ഒരു ഇതേപോലെ ഇമ്പോർട്ടൻ്റ് പ്രോഗ്രാമാണ് മിഡ് ഡേ മീൽ സ്കീം. എസ്പെഷ്യലി സ്കൂൾ ചിൽഡ്രൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കൂൾ ചിൽഡ്രനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സ്കീമാണ് ന്യൂട്രി പാഠശാല എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് സ്കൂൾ ഇനിഷ്യേറ്റീവ് ഫോർ ന്യൂട്രീഷൻ റിച്ച് മീൽസ് ബയോ ഫോർട്ടിഫൈഡ് ക്രോപ്സ്. ഇത് മെയിനായിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു ന്യൂട്രി ബഡീസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ആസ്പെക്റ്റിലാണ് മെയിനായിട്ട് കവർ ചെയ്യുന്നത്. നാഷണൽ ന്യൂട്രീഷൻ സ്ട്രാറ്റജിയുടെ പാർട്ടാണ് ആക്ച്വലി ന്യൂട്രി പാഠശാല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു ന്യൂസ് മെയിനായിട്ട് ബ്രീഫിംഗ് ഉള്ള. അപ്പോൾ അതിന്റെ ഒരു പ്രിലിംസ് മെയിൻസ് ആസ്പെക്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ന്യൂസിനെ നല്ല ക്ലിയർ ആയിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസ് അനാലിസിസിലോട്ട് പോകാം. അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നിപ്പ വൈറസിന് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ റീസെന്റ് പിന്നെ നിപ്പ വൈറസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏത് ഡിസ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ മലപ്പുറം ഡിസ്ട്രിക്റ്റ് ഇൻ കേരളയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി മുമ്പ് തന്നെ നിപ്പയുടെ ഒരു ഒക്കറൻസ് ഈ റീജിയൻസ് മെയിൻ ആയിട്ടുണ്ട്. 2018 ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു. 2023 റീസെന്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ആസ്പെക്റ്റിൽ അടിക്കടിക്ക് ഈ ഒരു ഫ്രീക്വൻസി ആയിട്ട് നിപ്പ വൈറസിന്റെ സ്പ്രെഡ് ഉണ്ടാകുന്നതുകൊണ്ട് ഈ ന്യൂസിൽ മെയിനായിട്ട് പറയുന്നത് വെച്ചാൽ ഇതിന്റെ ഒരു റിസർച്ചും അതിന്റെ ഒരു അനാലിസിസ് ഏരിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ക്ലിനിക്കൽ വേരിയന്റ് ഉണ്ടായിട്ടുണ്ട്. അത് ഹ്യൂമനിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിപ്പ ക്യാൻ പ്രസന്റ് ആസ് അക്യൂട്ട് എൻസിഫാലിറ്റി സിൻഡ്രോം. അക്യൂട്ട് എൻസിഫാലിറ്റി സിൻഡ്രോം ആയിട്ട് അല്ലെങ്കിൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ആയിട്ട് ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ടാവാം എന്നാണ് ആക്ച്വലി പറയുന്നത്. ഈ വൈറസ് ആക്ച്വലി നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ പല രീതിയിലായിരിക്കും. അപ്പോൾ ഈ AES അല്ലെങ്കിൽ ARDS എന്നുള്ള ഒരു അവസ്ഥയും ആക്ച്വലി എന്താണ് ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും എന്നാണ് ആക്ച്വലി പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ കറന്റ് ഈ ഒരു ആർട്ടിക്കിൾ മെയിനായിട്ട് ബ്രീഫ് ചെയ്യുന്ന വെച്ചാൽ കൂടുതൽ ജെനറ്റിക് സീക്വൻസിങ് മെത്തഡോളജി മെയിനായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് അതേപോലെ പബ്ലിക്കിൽ ഡേറ്റ ഷെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ പീപ്പിളിന് കൂടുതൽ അവയർനെസ് ഉണ്ടാവുള്ളൂ. കൂടുതൽ റിസർച്ച് ഏരിയയിലോട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഫ്യൂച്ചറിൽ ഇത് പ്രിവെന്റ് ചെയ്ത് നിർത്താനും പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ആസ്പെക്റ്റാണ് മെയിനായിട്ട് ന്യൂസിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഏതൊക്കെ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കാം. പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ മെയിനായിട്ട് നിപ്പ വൈറസിനെ കുറിച്ചിട്ടും പിന്നെ സൂനോട്ടിക് ഡിസീസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നിപ്പ വൈറസ് എങ്ങനെ മെയിൻലി സ്പ്രെഡ് ചെയ്യാൻ നോക്കാം. വൈറസ് ഉണ്ടാവും, അത് ഫ്രൂട്ട് ബാറ്റിൽ ഉണ്ടാവും. ഫ്രൂട്ട് ബാറ്റിൽ നിന്ന് പിഗ്സിലുണ്ടാവും, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫുഡിലോട്ട് എത്തും. ഫുഡ് ചെയിനിൽ ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് ഹ്യൂമൻസിലോട്ട് എത്തും. മോർട്ടാലിറ്റിക്ക് റീസൺ ആവും. ഓക്കെ, അപ്പോൾ എന്താ നിപ്പ വൈറസ്? ഇറ്റ് ഈസ് എ സൂണോട്ടിക് വൈറസ്. മെയിൻ റിസർവർ എന്ന് വെച്ചാൽ ഫ്രൂട്ട് ബാറ്റ്സ് ആണ്. ഇതിന്റെ ട്രാൻസ്മിഷൻ എന്ന് വെച്ചാൽ ആനിമൽ ടു ഹ്യൂമൻസ് ആണ്. ഹ്യൂമൻ ടു ഹ്യൂമനും ട്രാൻസ്ഫർ ഉണ്ടാവും. ഹൈ ഫെറ്റാലിറ്റി ആണ് മെയിൻ ഇതിന്റെ ഔട്ട്കം. ഇനി അടുത്ത സൂണോട്ടിക് ഡിസീസ് എന്ന് വെച്ചാൽ എന്താ നോക്കാം. ഡിസീസ് ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻ. അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിപ്പ, COVID-19 അതിന് എക്സാമ്പിൾ ആണ്, എബോളയും എക്സാമ്പിൾ ആണ്. ഇതിന്റെ മെയിൻ ഡ്രൈവേഴ്സ് എന്ന് വെച്ചാൽ വൈൽഡ് ലൈഫ് കോണ്ടാക്ട്, ഫുഡ് കണ്ടാമിനേഷൻ ആണ് മെയിൻ ഡ്രൈവേഴ്സ് എന്ന് വെച്ചാൽ. പ്രിവെൻഷൻ, സർവൈലൻസ്, വൺ ഹെൽത്ത് അപ്രോച്ചിലൂടെയൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ജെനറ്റിക് സീക്വൻസ് എന്താന്ന് നോക്കാം. അതെന്ന് വെച്ചാൽ കൺഫേംസ് വൈറസ് ഐഡന്റിറ്റി. അപ്പോൾ ഈ വൈറസിന് ഒരു RNA DNA സീക്വൻസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് അതിന്റെ മെയിൻ ഐഡന്റിറ്റി നമ്മൾ മെയിനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജെനറ്റിക് സീക്വൻസ് മെയിനായിട്ട് ഹെൽപ്ഫുൾ ആവും. സോ ഇറ്റ് കൺഫേംസ് വൈറസ് ഐഡന്റിറ്റി, ട്രാക്ക് സോഴ്സ് ആൻഡ് മ്യൂട്ടേഷൻ. അപ്പോൾ സോഴ്സിനെ അതിന്റെ മ്യൂട്ടേഷനെ മെയിനായിട്ട് ട്രാക്ക് ചെയ്യാനും പറ്റും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ എസെൻഷ്യൽ ഫോർ ഔട്ട്ബ്രേക്ക് കൺട്രോളിന് നമുക്ക് മെയിനായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും, കോണ്ടാക്ട് ട്രേസ് ചെയ്യാൻ പറ്റും, കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും ഫ്യൂച്ചർ സ്പ്രെഡിൽ നിന്ന്. അപ്പോൾ എത്രയാണ് ഈ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ മെയിൻസ് ആസ്പെക്റ്റിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് പബ്ലിക് ഹെൽത്തിലോട്ടൊന്നാണ് ആസ്പെക്ട്. GS പേപ്പർ 2 കണക്ട് ചെയ്യാം. GS പേപ്പർ 3 ജെനറ്റിക് റിസർച്ചും ബയോടെക്കിലോട്ടും നമുക്ക് മെയിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ മെയിൻ ബ്രീഫ് ആയിട്ടുള്ളത്. സോ നെക്സ്റ്റ് ന്യൂസ് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ സുപ്രീം കോടതി ഫ്രീഡം ഓഫ് സ്പീച്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിളാണ്. ഇപ്പൊ റീസെന്റ് എന്താ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് വെച്ചാൽ സുപ്രീം കോടതി കുറച്ച് കേസ് ലോസ് ചെന്നു. അപ്പൊ കേസിന്റെ പാർട്ടായിട്ട് ഒരു ഔട്ട്കം ഉണ്ടായി. അതായത് മീഡിയ റെഗുലേഷൻ സുപ്രീം കോടതിന് ആംബിറ്റ് വരുന്നതല്ല എന്നുള്ള രീതിയിലൊരു ഔട്ട്കം ഉണ്ടായി. കാരണം ഇത് റെഗുലേറ്റ് ചെയ്യേണ്ടത് ഗവൺമെന്റ് ഡ്യൂട്ടി ആണെന്നുള്ളതും ഫ്രീഡം ഓഫ് സ്പീച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ജുഡീഷ്യറിയുടെ ആസ്പെക്ട് ആണെന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഡിബേറ്റിലാണ് ആക്ച്വലി മെയിനായിട്ട് വന്നത്. The Supreme Court ruled that it is not the duty of courts to direct media to delete or take down the content.
ഇപ്പോൾ റോൾ ഓഫ് മീഡിയം ജുഡീഷ്യൽ സ്ക്രൂട്ടിനിയാണ് അടുത്ത ആസ്പെക്ട്. ജഡ്ജ്മെന്റ് ഹൈലൈറ്റ് ഓപ്പൺ ഡിബേറ്റ് ക്രിറ്റിസിസം ഈവൻ ഓൺ ദ സബ് ജുഡീസ് മാറ്റർ ആർ എസെൻഷ്യൽ ഫോർ ഡെമോക്രസി. അപ്പോൾ മീഡിയയുടെ റോൾ ഡെമോക്രസിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പിന്നീടുള്ള ഡിസ്കഷൻ വരുന്നത്. ഇനി കുറച്ച് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോർട്സ് മേ ഓൺലി ഇമ്പോസ് പ്രിവെന്റീവ് ഇഞ്ചക്ഷൻ ഓർ പോസ്റ്റ്പോൺ പബ്ലിക്കേഷൻ ഇഫ് ദർ ഇസ് എ റിയൽ ഓർ ഇമിനന്റ് ത്രെഡ് ടു ഫെയർ ട്രയൽസ് ഓർ ജസ്റ്റിസ്. അപ്പോൾ ഒരു ഇമ്മിനൻ്റ് അല്ലെങ്കിൽ ഒരു റിയൽ ആയിട്ടുള്ള ത്രെഡ് ഉണ്ട് എന്നുള്ള ഒരു ക്ലിയർ കട്ട് ഒരു ആസ്പെക്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഗൈഡ് ലൈൻസ് കൊടുക്കുകയുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? മീഡിയ റെസ്ട്രിക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രിലിംസ് പോയിന്റിൽ ഏതൊക്കെ ഏരിയസാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്. എന്താ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത്? ആൻ ആക്ട് ഓഫ് ഡിസ്റപ്റ്റ് ഓർ ഡിസൊബീഡിയൻസ് ടുവേർഡ്സ് കോർട്ട് ഓർ ഇന്റർഫറൻസ് വിത്തിൻ ദ ഓർഡർലി പ്രോസസ്. അതായത് കോർട്ടിന് എതിരെ ഒരു ഡിസ്റപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോസസ്സിനെ ഇന്റർഫിയർ ചെയ്യുന്ന ഒരു ആക്ട് ഉണ്ടാവുക, അതിനെയാണ് ആക്ച്വലി എന്തെന്ന് പറയുന്നത്? കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ പ്രൊട്ടക്ട് ജുഡീഷ്യൽ അതോറിറ്റി ആൻഡ് പ്രിവെന്റ് ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ്. അപ്പം ജുഡീഷ്യറിയുടെ പ്രോസസ്സ് നല്ല രീതിയിൽ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻ വരുവാണെങ്കിൽ അതിനെ പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻലി പ്രൊവിഷൻ ഉള്ളത്. രണ്ട് ടൈപ്പ് ഓഫ് കണ്ടംപ്റ്റ് ഉണ്ട്, സിവിലും ക്രിമിനലും. സിവിൽ എന്ന് വെച്ചാൽ ഡിസൊബീഡിയൻസ് ഓഫ് ദ ഓർഡർ ഉപയോഗിക്കുക. ക്രിമിനൽ എന്ന് വെച്ചാൽ സ്കാൻഡലൈസ് ചെയ്യുക. റീസെന്റ് ആയിട്ട് കോർട്സ് അവോയ്ഡ് യൂസിങ് കണ്ടംപ്റ്റ് ഓഫ് ഫോർ മിയർ ക്രിറ്റിസിസം, അപ്പോൾ ബ്രോഡ് ടോളറൻസ് ഓഫ് ഫ്രീ സ്പീച്ച് അൺലെസ് ഇറ്റ് ഒബ്സ്ട്രക്ട്സ് ജസ്റ്റിസ്. അപ്പോൾ ഈ കണ്ടംപ്റ്റും നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്നുള്ള പ്രൊവിഷൻ ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്രീഫിംഗ് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിൽ ഇത് യൂസ് ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ക്ലിയർ കട്ട് ഐഡിയയും റീസെന്റ് ആയിട്ടുള്ള ജഡ്ജ്മെന്റ്സിലുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആസ്പെക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന്റെ പവർ റിസീവ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് ഏതാണെന്ന് അറിയാം. സുപ്രീം കോടതിന് ആർട്ടിക്കിൾ 129 പവർ ടു പണിഷ് ഫോർ ഹിസ് കണ്ടംപ്റ്റ് എന്നുള്ള ഒരു പവർ കിട്ടുന്നത്. അതേപോലെ ആർട്ടിക്കിൾ 215 ഹാവ് ദ സെയിം പവർ ഇൻക്ലൂഡ് സബോർഡിനേറ്റ് കോർട്സ് ഓൺ കണ്ടംപ്റ്റ് കോർട്സ് ആക്ട്. അപ്പോൾ ഇന്ത്യൻ ജുഡീഷ്യറി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോർട്ടിന് ആർട്ടിക്കിൾ 129 പവർ ടു പണിഷ് ഫോർ ഹിസ് കണ്ടംപ്റ്റ് കിട്ടുന്നത്. അതേപോലെ ഹൈക്കോർട്ടിന് ആർട്ടിക്കിൾ 215 ഈ സെയിം പവർ കൊടുത്തിട്ടുള്ളത്. ഇനി കണ്ടംപ്റ്റ് ഓഫ് കോർട്സ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്, 1971 ആക്ട് ആണ്. അതെന്താ മെയിനായിട്ട് അതിൻ്റെ അകത്ത് വരുന്നത് വെച്ചാൽ ഇറ്റ് ഡിഫൈൻസ് ആൻഡ് റെഗുലേറ്റ്സ് ദ കണ്ടംപ്റ്റ്. അപ്പോൾ കണ്ടംപ്റ്റ് എന്താണെന്നുള്ള ഡെഫിനിഷനും അതെങ്ങനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്നുള്ള ആസ്പെക്ട് മെയിനായിട്ട് ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ടിലാണ് വരുന്നത്. ഓഫ് കോഴ്സ് ഇതിനകത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ്. അപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 19(1) ഫ്രീഡം ഓഫ് സ്പീച്ച് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ റീസണബിൾ റെസ്ട്രിക്ഷൻ വരുന്ന കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ് അതിൻ്റെ റെസ്ട്രിക്ഷൻ. ഇത്രയാണ് മെയിനായിട്ട് ഇതിന്റെ പ്രിലിംസ് പോയിന്റ് മെയിനായിട്ട് അറിയേണ്ടത്. അപ്പോൾ മെയിൻസ് നോക്കുകയാണെങ്കിൽ GS പേപ്പർ 2 ജുഡീഷ്യറി ആൻഡ് ഹിസ് റോൾ ഇൻ ഡെമോക്രസി, മീഡിയാസ് റോൾ ഇൻ ഗവർണൻസ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസ് ആർട്ടിക്കിളിലോട്ട് പോകാം. അടുത്ത ന്യൂസ് ആർട്ടിക്കിൾ ഒരു ഇന്റർനാഷണൽ റിലേഷൻ ആംഗിളിലുള്ള ന്യൂസ് ആർട്ടിക്കിളാണ്. അപ്പോൾ IMF പാകിസ്ഥാന് ലോൺ അവൈൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഇന്ത്യ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ മെയിൻ ഒബ്ജക്ഷൻ എന്ന് വെച്ചാൽ ഈ ലോൺ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് വേണ്ടി ഡൈവേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇതിനൊരു വാസ്റ്റ് ലിസ്റ്റിൽ കീപ്പ് ചെയ്തിട്ട് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ വാസ്റ്റ് ലിസ്റ്റിൽ പാകിസ്ഥാനെ കീപ്പ് ചെയ്യണമെന്നും അതുകൊണ്ട് ഈ ബെയിൽ ഔട്ട് എന്നുള്ളൊരു ആസ്പെക്ട് കൊടുക്കരുത് എന്നാണ് മെയിനായിട്ട് ന്യൂസ് ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് പ്രിലിംസ് പോയിന്റ് നമുക്ക് നോക്കാം. അപ്പോൾ പ്രിലിംസ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്, അല്ലെങ്കിൽ എക്കണോമിക് ഓർഗനൈസേഷൻ ആണ് IMF. എന്താ ഈ IMF എന്ന് വെച്ചാൽ ഗ്ലോബൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ പ്രൊമോട്ട് മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റി, ഗ്രോത്ത് ആൻഡ് ക്രൈസിസ് സപ്പോർട്ട്. അപ്പോൾ ഇത് ഒരു ക്രൈസിസ് സപ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്നെന്ന് പറയുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന 2 ടൂൾസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ഈസ് എക്സ്റ്റൻഡഡ് ഫണ്ട് ഫെസിലിറ്റി, സെക്കൻഡ് വൺ ഈസ് റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഫെസിലിറ്റി. അപ്പോൾ ഈ 2 ഫെസിലിറ്റി കൂടെയാണ് അതെന്ത് ചെയ്യുന്നത്, മെയിനായിട്ട് ഈ ഒരു അസിസ്റ്റൻസ് മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റൻഡഡ് ഫണ്ട് ഫെസിലിറ്റി എന്താണെന്ന് നോക്കാം. Lending facility for countries with medium and long-term balance of payment problem due to structural issue. അപ്പോൾ എക്കണോമിക് സ്ട്രക്ചറൽ ഇഷ്യൂ കാരണം ബാലൻസ് ഓഫ് പേയ്മെന്റ് ഒരു ഡെപ്റ്റായി കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോങ് ടേം ആയിട്ട് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസിൽ നിൽക്കുന്ന രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയാണ് എക്സ്റ്റൻഡഡ് ഫണ്ട് ഫെസിലിറ്റി എന്ന് പറയുന്നത്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്ട്രക്ചർ റിഫോമിനെയും മാക്രോ എക്കണോമിക് സ്റ്റെബിലിറ്റിയും ഡീപ് എക്കണോമിക് വീക്ക്നെസ്സിനെയാണ് മെയിനായിട്ട് സ്ട്രെസ് ചെയ്യുന്നത്. ഓക്കെ, ഇതേപോലെ അനദർ ടൂളാണ് റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇത് റീസെന്റ് കൊണ്ടുവന്നതാണ് 2022. ഇത് സപ്പോർട്ട് ലോങ് ടേം ചലഞ്ചസ്, ക്ലൈമറ്റ് ചേഞ്ച്, പാൻഡമിക് പോലുള്ള ലോങ് ടേം ചലഞ്ചിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ലോ ഇൻകം, വൾണറബിൾ മിഡിൽ ഇൻകം കൺട്രീസിനാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത്. ഈ 2 ഇമ്പോർട്ടൻറ്റ് കീ ആസ്പെക്റ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, എക്സ്റ്റൻഡഡ് ഫണ്ട് ഫെസിലിറ്റിയും റെസിലിയൻസ് സസ്റ്റൈനബിൾ ഫെസിലിറ്റി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം.
ഓക്കെ, നെക്സ്റ്റ് ന്യൂസും മീഡിയ ഫ്രീഡത്തിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. സൗത്ത് ഏഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള പ്രസിൻ്റെ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ റിപ്പോർട്ട് മെയിനായിട്ട് സൗത്ത് ഏഷ്യ പ്രസ് ഫ്രീഡം റിപ്പോർട്ട് ആണ് മെയിനായിട്ട് റിലീസ് ആയിട്ടുള്ളത്. അതെന്താ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്രോയിങ് സെൻസർഷിപ്പ്, ലീഗൽ ചലഞ്ച് ആൻഡ് സപ്രഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് മീഡിയ ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ ഗ്രോയിങ് ആയിട്ട് എന്താ സെൻസർഷിപ്പിന്റെ ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്, ലീഗൽ ചലഞ്ച് ഫേസ് ചെയ്യാറുണ്ട് മീഡിയസ്. അപ്പോൾ ഇത് അതിന്റെ ഫ്രീഡത്തിന് മെയിനായിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ മെയിനായിട്ട് ഇത് മെയിനായിട്ട് ഈ ഒരു സ്റ്റാൻസ് വരാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ലോസ് ആണ്. ഫസ്റ്റ് വൺ ഡിഫമേഷൻ ലോ, അതേപോലെ സെഡിഷൻ ചാർജസും UAPM PMLA പോലുള്ള ആക്ട്സിന്റെ കൂടുതലായിട്ടുള്ള യൂസ് ആണ് ഗവൺമെന്റ് മീഡിയസിനെ റെസ്ട്രിക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ വേറെ ഇഷ്യൂസ് പറയുന്നത് വെച്ചാൽ ഡിജിറ്റൽ ട്രാൻസിഷനും ഒരു ഇമ്പോർട്ടൻറ്റ് ചലഞ്ചായിട്ട് കാണുന്നുണ്ട്. അതായത് AI അതേപോലെ ഡിജിറ്റൽ ഏരിയയിലോ മീഡിയ ഏരിയയിലുള്ള ട്രാൻസിഷൻ, മെഷീൻ ലേണിംഗ് പോലുള്ള ട്രാൻസിഷൻ ആക്ച്വലി ഈ ഒരു മീഡിയാസിന്റെ ഒരു ജോബ് സെക്യൂരിറ്റിയും അതേപോലെ ഗീക്ക് വർക്കേഴ്സ് ഫ്രീലാൻസ് ആയിട്ട് ചെയ്യുന്ന മീഡിയ പേഴ്സണൽസിന്റെ ജോബ്സിനെ ഹ്യൂജ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ഈ ആർട്ടിക്കിൾ മെയിനായിട്ട് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രിൻസ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കീ പോയിന്റ്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഇസ് UAPA, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് ഓഫ് 1967. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ പ്രിവെൻസ് അൺലോഫുൾ ടെററിസ്റ്റ് ആക്ടിവിറ്റി ആൻഡ് കവേഴ്സ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ രണ്ട് ആസ്പെക്ട് ഇത് കവർ ചെയ്യുന്നുണ്ട്. സെന്ററിന് എന്താ പവർ കൊടുത്തിരിക്കുന്നത്, ക്യാൻ ഡിക്ലെയർ എനി ആക്ടിവിറ്റി ഓർ ഓർഗനൈസേഷൻ ഇൻഡിവിജ്വൽ ആസ് അൺലോഫുൾ. ഹാർഷ് പെനാൽറ്റീസ് ഉണ്ടാവും, ഡെത്ത് തൊട്ട് ലൈഫ് ഇംപ്രിസ്മെന്റും വേറെ മെയിലുണ്ടാവും. ഇത് ഇന്ത്യൻസിന് ഫോറിനേഴ്സിന് ഒരേപോലെ ബാധകമാണ്. ഇതേപോലെ അനദർ ഇമ്പോർട്ടൻറ്റ് ഒരു ആക്ട് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ആണ്. ഇപ്പോൾ റീസെന്റ് ഒരുപാട് തവണ ന്യൂസിൽ ഹൈലൈറ്റ് ആയപ്പെട്ടിട്ടുള്ള ആക്ട് ആണ്. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ പ്രിവെൻറ്റ്സ് ആൻഡ് പണിഷസ് മണി ലോണ്ടറിങ്, അറ്റാച്ചസ് ആൻഡ് കോൺഫിസ്കേറ്റ് ദ പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈം. ഇത് മെയിനായിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്ന ഏജൻസി എന്ന് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏജൻസി വരുന്നത്. ഇറ്റ് അറ്റാച്ച് ആൻഡ് പ്രോപ്പർട്ടീസ് അറസ്റ്റ് അക്യൂസ്ഡ്. അതേപോലെ അനദർ ഇമ്പോർട്ടൻറ്റ് ടൂൾ ഏതാണെന്ന് വെച്ചാൽ സെഡിഷൻ ലോ ആണ്. സെക്ഷൻ 124A IPC ആയിരുന്നു മുമ്പ്, ഇപ്പോൾ സെക്ഷൻ 150 ന്യായ സംഹിത ബില്ല് വരുന്നുണ്ട്. ഇത് മെയിനായിട്ട് കവർ ചെയ്യുന്ന ഏരിയ ഏതൊക്കെയെന്ന് വെച്ചാൽ ഇറ്റ് കവേഴ്സ് ഇൻസൈറ്റ്മെന്റ് ടു സെസഷൻ, റിബല്യൻ ആൻഡ് സബ്വേഴ്സ് ആക്ടിവിറ്റി. ഈ ഒരു ആക്ടിവിറ്റി ഏരിയയിലെ മെയിൻ ആയിട്ടുള്ള ഒരു സ്പീച്ചിനെയാണ് ആക്ച്വലി എന്തിനാ സെഡിഷൻ ലോ ആൻഡ് ആംബിറ്റിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര ഒരു കീ പോയിന്റ്സ് ആണ് ഈ ന്യൂസ് ആർട്ടിക്കിൾ മെയിനായിട്ടും ബ്രീഫ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മെയിൻസ് പേപ്പറിൽ GS പേപ്പർ 3 ചാലഞ്ച് ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ റോൾ ഓഫ് സോഷ്യൽ മീഡിയ എന്നുള്ള ആസ്പെക്ട് മെയിനായിട്ട് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ന്യൂസ് ബ്രീഫിലോട്ട് പോകാം. അടുത്ത ന്യൂസ് ബ്രീഫ് ബാങ്കിങ്ങിനെയും സൈബർ സെക്യൂരിറ്റിയും കണക്ട് ചെയ്തിട്ടുള്ള ന്യൂസാണ്. അപ്പോൾ എന്താ ന്യൂസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ചെയർഡ് എ മീറ്റിംഗ് വിത്ത് ബാങ്ക്സ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ് ടു സ്ട്രെങ്തൻ സൈബർ സെക്യൂരിറ്റി. അപ്പോൾ സൈബർ സെക്യൂരിറ്റി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിനാൻസ് മിനിസ്റ്റർ എന്താണ് അതിന്റെ മെയിൻ ഒഫീഷ്യൽസുമായിട്ട് ഒരു മീറ്റിംഗ് ചെയർ ചെയ്തു. അപ്പോൾ അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ന്യൂസ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ മീറ്റിംഗിന് ശേഷം കുറച്ചും കൂടെ സൈബർ സെക്യൂരിറ്റി മെഷേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസ്പെക്ട് വരുന്നുണ്ട്. ബാങ്ക്സ് ഇൻഫോം ദാറ്റ് anti-DDoS systems and mock drills will be used to carry out the cyber security. അത് സൈബർ സെക്യൂരിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് anti-DDoS സിസ്റ്റം അപ്ലൈ ചെയ്യുന്നു, മോക്ക് ഡ്രിൽസും അതേപോലെ ഫുള്ളി ഓപ്പറേഷൻ സെക്യൂരിറ്റി സെന്റേഴ്സും ഓപ്പൺ അപ്പ് ചെയ്യുന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് വന്നത്. ഇത് എങ്ങനെയാണ് കോർഡിനേഷൻ വിത്ത് CERT ഇന്നും NCIIPC കൂടെ കോർഡിനേഷൻ വന്നിട്ടാണ് മെയിനായിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ടേംസ് ഉണ്ട്. ഫസ്റ്റ് വന്നിട്ട് ഈ DOSും DDoS എന്താണെന്ന് നോക്കാം. അപ്പോൾ DDoS എന്ന് വെച്ചാൽ ഡിനൈൽ ഓഫ് സർവീസ്, അല്ലെങ്കിൽ ഒരു സർവീസിന് വേണ്ടിയിട്ട് ഒരാൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് വെബിൽ ഡിനൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി എന്തോ ഡിനൈൽ ഓഫ് സർവീസ് അല്ലെങ്കിൽ DOS എന്ന് മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനൈൽ സർവീസ് എന്ന് വെച്ചാൽ നെറ്റ്വർക്കിൽ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സർവീസ് നമുക്ക് അവൈലബിൾ ആവാതിരിക്കുന്നതിനാണ് DDoS എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് CERT എന്ന് വെച്ചാൽ ഇന്ത്യ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ്. ഇത് മെയിനായിട്ട് എന്ന് വെച്ചാൽ നാഷണൽ നോഡൽ ഏജൻസിയാണ് എന്തിനു വേണ്ടിയിട്ട് സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഈ മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് ഓഫ് മേജർ സൈബർ ഇൻസിഡൻസ് വിത്തിൻ 6 hours. അപ്പോൾ 6 hours തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈബർ ഇൻസിഡൻസ് മെയിനായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് വേറെ ഏജൻസി ആയിട്ടുള്ള RBI ആയിട്ടുള്ള കൊളാബറേഷൻ മെയിനായിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ് നാഷണൽ ക്രിട്ടിക്കൽ ഇൻഫോർമേഷൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊട്ടക്ഷൻ സെന്റർ. ഇത് മെയിനായിട്ട് നമ്മൾ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ തരുന്ന ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള ബാങ്കിങ്ങിനെ, എനർജി ആൻഡ് ടെലികോമിനെ മെയിനായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നത്.
ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഐഡന്റിഫൈസ് ക്രിട്ടിക്കൽ അസറ്റ് ആൻഡ് കണ്ടന്റ് റിസ്ക് അസസ്മെന്റ്. ക്രിട്ടിക്കൽ അസറ്റ് ഏതെന്നും അതിൽ റിസ്ക് അസസ് എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു മെയിൻ ഐഡന്റിഫിക്കേഷൻ വർക്കുമാണ് ഈ ഏജൻസിക്ക് മെയിനായിട്ട് വരുന്നത്. ഇനി ഇതിന്റെ മെയിൻസിൽ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സൈബർ സെക്യൂരിറ്റി ആസ്പെക്ട് GS പേപ്പർ 3 ഇൻക്ലൂഡ് ചെയ്യാം. സോ ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട് മെയിനായിട്ട് കവർ ചെയ്യാം. ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് ഡിസ്കഷൻ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ന്യൂസ് വായിക്കുന്ന സമയത്ത് ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്നും കൂടെ ന്യൂസ് ഒന്ന് കവർ ചെയ്യും. അപ്പോൾ ഇതേപോലെ നെക്സ്റ്റ് ഡേ വീണ്ടും അനദർ ന്യൂസ് ബ്രീഫുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.